നിങ്ങളുടെ അച്ഛമ്മ മോതിരം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ദേവ, ഈ ഡ്രസ്സസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കി. നമ്മുടെ എൻഗേജ്മെന്റിന്. ദേവ, എങ്ങനെയുണ്ടെന്ന് പറ. നിനക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ അതങ്ങ് സെലക്ട് ചെയ്താ പോരെ. ദേവ, ഇപ്പോഴും അവളെ കുറിച്ച് ആലോചിച്ചിരിക്കുകയാണോ? ചിന്തിക്കരുതെന്ന് പറയാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് കരുതി ആ ചിന്തയിൽ തന്നെ മുഴുകി കിടക്കരുത്. ജീവിതം മുമ്പോട്ട് പോയല്ലേ പറ്റൂ. ഇനി ചിന്തിച്ചാലും ചിന്തിക്കാതിരുന്നാലും വൈദേഹിക്ക് എന്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു സ്ഥാനം ഉണ്ടാവും. ഇനി അവളില്ലാതെ ഒരു ജീവിതം എനിക്കുണ്ടാവില്ല. പക്ഷെ ഈ സമയത്ത് ഞാനിവിടെ ചിന്തിച്ചുകൊണ്ടിരുന്നത് രാവിലെ നടന്ന ആ സംഭവങ്ങളെക്കുറിച്ചാ. ആ വൈശാലിയെ കുറിച്ചാണോ ദേവ? അതെ, ഒരു പെൺകുട്ടിയുടെ അമ്മ സ്വന്തം കുഞ്ഞിനെ കുറിച്ച് ഒരു തരി പോലും ചിന്തിക്കാതെ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കയറിക്കൂടാൻ ഇത്രയധികം എഫേർട്ട് എടുക്കുന്ന എന്തിനാ? അതോ ഇനി നമുക്ക് വല്ലയിടത്തും തെറ്റു പറ്റുന്നുണ്ടോ ആരാധ്യ? ദേവ, എന്താ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുക? എന്തവിടെ നടക്കുന്നതെന്ന് പോലും പിടികിട്ടുന്നില്ല. എന്റെ കണ്ണുകൾ എന്നെ കബളിപ്പിക്കുകയാണോന്നാ? അതോ ഞാൻ ഊഹിക്കാത്ത പല കാര്യങ്ങളും നടക്കുന്നുണ്ടോ അവിടെ? നീ എന്താണ് ഉദ്ദേശിച്ചത്? അവളുടെ വാക്കുകളിൽ സത്യം അന്വേഷിച്ചു പോണോ, അതോ അവള് കള്ളിയാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ട് ജീവിക്കണോ? എന്താ ചെയ്യേണ്ടെന്നൊരു പിടിയും കിട്ടുന്നില്ല. ഇതിൽ മനസ്സിലാക്കാൻ എന്തിരിക്കുന്നട ദേവ? നിനക്കിപ്പോഴും അവളോട് സഹതാപം. പക്ഷെ അവളത് മുതലെടുക്കാൻ നോക്കുകയാണല്ലോ. ആയിരിക്കുമല്ലേ? അല്ലാതെ പിന്നെ എന്താ എന്റെ ദേവ? നീ അവളെ തൂക്കുകയറിന്ന് രക്ഷപ്പെടുത്തിയത് അവൾക്ക് മതിയായില്ല. അവൾക്ക് നിന്റെ ഭാര്യയായി ജീവിക്കണം. നിനക്കിപ്പോഴും അവളോട് സഹതാപം. പക്ഷെ അവളത് മുതലെടുക്കാൻ നോക്കുകയാണല്ലോ. ആയിരിക്കുമല്ലേ? അല്ലാതെ പിന്നെ എന്താ എന്റെ ദേവ? നീ അവളെ തൂക്കുകയറിന്ന് രക്ഷപ്പെടുത്തിയത് അവൾക്ക് മതിയായില്ല. അവൾക്ക് നിന്റെ ഭാര്യയായി ജീവിക്കണം. അല്ലെങ്കിൽ നാളെ എവിടെയെങ്കിലും ചെറുതായിട്ടൊന്ന് പിഴച്ചാൽ അവള് വൈശാലിയാണെന്ന് തെളിയും. അപ്പൊ വീണ്ടും തൂക്കുകയറി കാത്തിരിക്കുന്നുണ്ടേ. പകരം വൈദേഹിയായിട്ട് ഈ വീട്ടിൽ കയറി കൂടിയ ജീവിതകാലം ഒരബദ്ധം കൂടാതെ ഈ വീട്ടിൽ കഴിയാം. അത്രേ ഉള്ളൂ. ഇതൊക്കെ ആ പെണ്ണിന്റെ കുരുട്ടു ബുദ്ധിയാടാ. അവള് വൈദേഹിയായിരിക്കോ, നിനക്കെവിടെങ്കിലും തെറ്റുപറ്റുന്നുണ്ടോന്ന് ഒരു നിമിഷം പോലും സംശയിക്കണ്ട. അതൊക്കെ വെറുതെയാടാ. ആരാധ്യ, നീ ഡ്രസ്സ് കാണിച്ചു കൊടുത്തോ? എന്തു പറഞ്ഞു നിന്റെ ദേവൻ? എങ്ങനെയുണ്ട്, കൊള്ളാവോ ദേവ? എന്താ രണ്ടുപേരുടെ മുഖം വല്ലാതിരിക്കുന്നു? സമയമില്ല, പെട്ടെന്ന് സെലക്ട് ചെയ്തിട്ട് ഓർഡർ ചെയ്യാൻ കൊടുക്കണം. ദേവന്റെ മനസ്സിപ്പോ വേറെ ചിന്തയില്ല. ഇപ്പൊ ഡ്രസ്സ് സെലക്ട് ചെയ്യാനുള്ള മൂടൊന്നും അവനില്ല. മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ. സംശയങ്ങളോ? എന്തിനെ കുറിച്ച്? കാലത്ത് വന്നവളെ കുറിച്ച് തന്നെ. അവള് വൈദേഹിയായിരിക്കോ, എവിടെങ്കിലും തെറ്റുപറ്റുന്നുണ്ടോന്നൊക്കെ ദേവൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. നീ എന്തിനാ ദേവ ആ വൈശാലിയെ കുറിച്ച് ചിന്തിക്കുന്ന? അവള് വൈദേഹി അല്ല എന്നുള്ളത് കോടതിയിൽ നിന്ന് മാത്രമല്ല അവളുടെ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലായതല്ലേ. വൈദേഹിയുടെ മുഖം ഉള്ളത് കൊണ്ട് മാത്രം അവൾക്ക് വൈദേഹി ആവാൻ പറ്റുമോ? ഞാനും അത് തന്നെയാ പറഞ്ഞത്. എങ്കിലും എവിടെയെങ്കിലും തെറ്റുപറ്റുന്നുണ്ടോന്ന് ദേവന്റെ മനസ്സിലൊരാശങ്ക. എന്തിനാ ദേവ ചത്തു കുഞ്ഞിന്റെ ജാതകം നോക്കുന്ന? വൈദേഹിയെ കുറിച്ച് ഞങ്ങളെക്കാൾ കൂടുതൽ നിനക്കല്ലേ അറിയുന്ന? എന്നെങ്കിലും വൈദേഹി ഇങ്ങനെ നിന്നോട് പെരുമാറിയിട്ടുണ്ടോ? സ്വപ്നത്തിൽ പോലും നിന്നോട് അവൾ ഒരു വാക്ക് എതിർത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ ഇന്ന് എന്തൊക്കെയാ അവള് കാലത്ത് പറഞ്ഞത്? അതിന്ന് തന്നെ അവള് വൈദേഹിയല്ലെന്ന് മനസ്സിലായില്ലേ? ഇതിനു മുൻപൊരിക്കലും നീയും വൈദേഹിയും തമ്മിൽ പിരിഞ്ഞിരുന്നതല്ലേ? അന്നും ഇതുപോലൊന്നും അവൾ ഒരിക്കലും പ്രവർത്തിച്ചില്ലല്ലോ. ഞാൻ ദേവന്റെ ഭാര്യയാണ്, എന്നായാലും എനിക്ക് എന്റേതായ സ്ഥാനം ഉണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൾ എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പക്ഷെ ഈ വൈശാലിയാണെങ്കിൽ എപ്പോഴാ നിന്റെ ഭാര്യയാവാൻ പറ്റുക എന്ന് കിട്ടുന്ന ചാൻസ് എല്ലാം മുതലെടുക്കാൻ നോക്കുകയല്ലേ. വീട്ടിൽ കയറി വന്ന് ബഹളം വെച്ചിട്ട് പോയി. അതും ശരിയാ ദേവ. ഊർമിള പറഞ്ഞതിലും കാര്യമുണ്ട്. അവള് ശരിക്കും വൈദേഹിയായിരുന്നെങ്കിൽ ഇങ്ങനെ കിടന്ന് വെപ്രാളം പിടിക്കേണ്ട കാര്യമുണ്ടോ? അത്രയൊക്കെ ചിന്തിച്ചാ മതി. അതിന്റെ അപ്പുറത്തേക്ക് ഇതിൽ ഒരു കാര്യമില്ല. എന്തായാലും നീ ആരാധ്യ കല്യാണം കഴിക്കാൻ പോവാണെന്ന് ഇന്ന് അവളോട് തുറന്നടിച്ചു പറഞ്ഞില്ലേ? ഇനി ഈ ഭാഗത്തേക്ക് വരാൻ അവള് മടിക്കും. നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞാ പിന്നെ അവൾ എത്ര പോരാടിയിട്ട് ഒരു കാര്യമില്ലല്ലോ. അവൾ അവളുടെ പാട് നോക്കി പൊയ്ക്കോളും. അങ്ങനെയല്ല, ഇപ്പോഴും നീ അവളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നൊരു ചെറിയ സൂചന അവൾക്ക് കിട്ടിയാ പിന്നെ അവൾ ഇവിടെ കയറി നിരങ്ങും.
നിന്നെ വശത്താക്കാൻ പഠിച്ച പണിയെല്ലാം നോക്കും. അതുകൊണ്ടേ കഴിയുന്നത്രയും പെട്ടെന്ന് ഈ കല്യാണം അങ്ങ് നടത്തിയേക്ക്. എന്നാലേ ഈ വൈശാലിയുടെ പ്രശ്നത്തിൽ നിന്ന് നിനക്ക് പുറത്തെടുക്കാൻ പറ്റൂ ദേവ. പറഞ്ഞത് മനസ്സിലായോ? ഇന്ദു, എൻഗേജ്മെന്റ് എപ്പോഴാന്നാ പറഞ്ഞേ? എന്റെ പിറന്നാളിന്റെ അന്ന്. എന്നാ അതങ്ങ് ഉറപ്പിച്ചേക്ക്. ഈ കല്യാണത്തിന്റെ മുഹൂർത്തം എത്രയും പെട്ടെന്ന് തന്നെ വേണം. ആരാ തടസ്സം നിൽക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. വൈദേഹി, വൈദേഹി, നീ വല്ലതും വന്ന് കഴിക്ക്. ആ വീട്ടിൽ പോയിട്ട് വന്നത് തൊട്ട് ശ്രദ്ധിക്കുക, ഇരുന്നിടത്തുനിന്ന് അനങ്ങിയിട്ടില്ല. നടന്നതൊക്കെ ഓർത്ത് നീ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷെ വിഷമിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഒന്നും നേടാനുമില്ല. വൈദേഹി, നമ്മുടെ വിഷമം മറ്റൊരാൾക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നമ്മൾ വിഷമിക്കുന്നതിലും കാര്യമില്ല. എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ, നിന്നെ താലി കെട്ടിയ നിന്റെ ഭർത്താവ്, രണ്ടുപേരുടെ മനസ്സ് ഒരുപോലെയാ. അവർ മാറാത്തിടത്തോളം നമ്മുടെ അവസ്ഥയും മാറില്ല. പോട്ടെ, ആ ചിന്തയൊക്കെ അവിടെ ഇരിക്കട്ടെ. ആദ്യം നീ ഇത് കഴിക്കാൻ നോക്ക്. എനിക്കിവിടെ അടുത്ത ചെറിയൊരു പണിയുണ്ട്, ഞാൻ അതൊന്ന് പോയി നോക്കിയിട്ട് വരാം. പെട്ടെന്ന് കഴിച്ചില്ലേ തണുത്തു പോവേ. ഞങ്ങളൊക്കെ പുറകെ നടന്നിട്ട് തിരിഞ്ഞു നോക്കാത്ത ദേവനാ നിന്റെ പുറകെ നടന്ന് നിന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ചത്. നിനക്കൊരു ഒന്നൊന്നര ഭാഗ്യം തന്നെയാ. ഞങ്ങളുടെ പ്രണയകഥ എന്താന്ന് നിങ്ങൾക്കറിയാത്തോണ്ടാ. ഭാഗ്യമല്ല എനിക്കാ, അതുകൊണ്ടാ എനിക്ക് വൈദേഹിയെ കിട്ടിയേ. നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ചുള്ള ഒരുപാട് കഥകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതിരിക്കട്ടെ, നിങ്ങളുടെ പ്രണയ കഥയിൽ ദേവൻ നിനക്ക് സമ്മാനിച്ച ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഏതാണ് വൈദേഹി? നീ എന്തിനാ നാണിക്കുന്നെ? പറയാൻ പാടില്ലാത്ത വല്ലതും ആണോ? അത്രയ്ക്ക് പേഴ്സണൽ ആണോ? അത് കണ്ടോ, ദേവനും കേൾക്കണമെന്നുണ്ടത് പറയുന്നേ. ഏതൊരു ഭാര്യയ്ക്കും ഭർത്താവ് സ്നേഹത്തോടെ നൽകുന്ന ആദ്യത്തെ ചുംബനം മറക്കാനാവില്ല. അതിനേക്കാളും വലിയ സമ്മാനം ഉണ്ടാവില്ല. വാവ്, ആദ്യത്തെ ഉമ്മയ്ക്ക് പോലും ഇത്രയും പ്രാധാന്യം നൽകുന്ന നിങ്ങളുടെ പ്രണയം ഒരു വല്ലാത്ത പ്രണയമാണല്ലോ. അതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയണമെന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രണയത്തിനൊരു ചെറിയ പരീക്ഷണം. പരീക്ഷണോ? നിങ്ങൾ തോക്കുള്ളൂ. തോറ്റു പോണോന്ന് തന്നെയാ ഞങ്ങളുടെ ആഗ്രഹം. ഒരുപക്ഷെ ഞങ്ങൾ വിജയിച്ചാലോ? വൈദേഹിക്ക് ദേവൻ കൊടുത്ത ആ സമ്മാനം ഞങ്ങൾക്കും തരേണ്ടി വരും. അയ്യോ, അത് വേണ്ട. ഇങ്ങനെയുള്ള പരീക്ഷണത്തിന് ഞാനില്ല. ഇല്ലെന്ന് പറഞ്ഞാ എങ്ങനാ? ഞങ്ങൾ എല്ലാവരും ഒരു കാലത്ത് ദേവന്റെ പുറകെ നടന്നവരാ. ഞങ്ങൾ ജയിച്ച ദേവൻ തരുന്ന ഉമ്മ ജീവിതകാലം മുഴുവൻ ഞങ്ങൾക്കൊരു സ്വീറ്റ് മെമ്മറി ആയിരിക്കും. ഇനി നീയാ ജയിക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രണയം അത്ര വലുതാണെന്ന് ഞങ്ങൾ സമ്മതിക്കും. എന്താ, റെഡിയാണോ? ഞാൻ റെഡിയാ. നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചാൽ വേഗം പറഞ്ഞു. ദേവേട്ട, അത് വേണ്ട. അവരെങ്ങാനും ജയിച്ചാലോ? വൈദേഹി, അവര് പരീക്ഷിക്കാൻ പോകുന്നത് നമ്മുടെ പ്രണയത്തെയാ. നമ്മുടെ പ്രണയം അങ്ങനെ ഒരിക്കലും തോക്കില്ല. എന്നാ വേഗം പറഞ്ഞു, നിങ്ങളുടെ പരീക്ഷണം എന്താ? ഇത് വളരെ ചെറിയൊരു കാര്യ ദേവ. ഞങ്ങള് നിന്റെ കണ്ണു കെട്ടും. ഞങ്ങളില് വൈദേഹി ആരാന്ന് നീ കണ്ടുപിടിക്കണം. അത്രയുള്ള കാര്യം. അത് ഞാൻ എളുപ്പത്തിൽ കണ്ടുപിടിക്കില്ലേ? അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് തള്ളിക്കളയണ്ട. ഞങ്ങളിൽ ആരെങ്കിലും തൊട്ടാ ആ ഗിഫ്റ്റ് ഞങ്ങൾക്ക് തരേണ്ടി വരുവേ. അങ്ങനെ ഒരു ചാൻസ് കിട്ടാൻ പോകുന്നില്ല. നിന്റെ ശബ്ദം കേട്ടാ ചിലപ്പോ ദൈവം കണ്ടുപിടിക്കും. അതുകൊണ്ട് നീ ഒരു ശബ്ദം ഉണ്ടാക്കിയേക്കരുത്.
ഇവൻ എങ്ങനെ ആളെ തിരിച്ചറിയുന്നു? എനിക്കൊരു പിടിയില്ല. ഇപ്പൊ മനസ്സിലായി. ദേവേട്ടാ, ഞാൻ ഇവിടെയുണ്ട്. നമ്മുടെ പ്രണയം സത്യമാണെങ്കിൽ ആ വളകിലുക്കല്ല, എന്റെ ഹൃദയമിടിപ്പ് തിരിച്ചറിയണം. എന്റെ ഓരോ അനക്കവും ദേവേട്ടൻ അറിയാം. ദേവേട്ടന്റെ സ്നേഹം സത്യമാണെങ്കിൽ ദേവേട്ടൻ എന്റെ അടുത്തേക്ക് വരും. ദേവേട്ടാ, ഇങ്ങോട്ട്. ഞാൻ ഇവിടെ നിപ്പുണ്ട്. അടിപൊളി ദേവ. ഞങ്ങള് കേട്ടതിനേക്കാളും ഒക്കെ വളരെ ഉയരത്തിലാ നിങ്ങളുടെ പ്രേമം. ഞങ്ങളത് കണ്ടു മനസ്സിലാക്കി. നിങ്ങളുടെ ഈ സ്നേഹബന്ധത്തിനിടയിലേക്ക് ആർക്കും നുഴഞ്ഞു കയറാൻ പറ്റില്ല. ദേവ, ഇത് വെച്ചോളൂ ദേവ. നിങ്ങൾ വാടി. നിമിഷ നേരത്തേക്ക് എന്റെ ഹൃദയം പോലും നിന്നു പോകുന്നു തോന്നി. വളകിലുക്കം കേട്ട് കൺഫ്യൂസായി അവര് പോയി പിടിക്കുമെന്ന് തോന്നി. ഞാനിവിടെ ഉണ്ടെന്ന് ദേവേട്ടൻ എങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയേ? എന്ന് ചോദിച്ചാ ഞാൻ തിരഞ്ഞത് നിന്നെയല്ല മോളെ, നിന്റെ മനസ്സിലുള്ള എന്നെ തന്നെ. മനുഷ്യരെ കണ്ടുപിടിക്കാനല്ലേ കാഴ്ച വേണ്ടത്, മനസ്സിനെ കാണാൻ അത് വേണ്ട. നീ എന്റെ മനസ്സാണ് വൈദേഹി. എന്റെ ഈ ചുവടുകൾ എപ്പോഴും നിന്റെ അരികിലേക്കേ വരൂ. അതുകൊണ്ട് ഈ വളകിലുക്കം കൊണ്ടൊന്നും എന്റെ ചുവടുകൾ തെറ്റിക്കാനാവില്ല. എന്റെ ഈ മനസ്സ് എപ്പോഴും നിന്റെ അരികിലേക്ക് ഓടിയത്തുള്ളൂ. വൈദേഹി, വൈദേഹി, എന്താ നിനക്ക് പറ്റിയേ? നീ എന്താ കഴിക്കാത്തെ? കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ഉള്ളിലെ വിഷമം നിറഞ്ഞിരിക്കുമ്പോ തൊണ്ടേന്നൊന്നും താഴെ ഇറങ്ങില്ല. ജീവിക്കാൻ ആഗ്രഹമില്ലാത്തപ്പോ ഭക്ഷണത്തോട് ആഗ്രഹം തോന്നൂ. എന്താ ഇപ്പൊ നീ ഇങ്ങനൊക്കെ പറയുന്നേ? ഇതൊന്നും വെറും വാക്കുകളല്ല, മനസ്സ് കിടന്ന് പിടയ്യ. എന്റെ ഭർത്താവിന് എന്നെ തിരിച്ചറിയാൻ പറ്റാത്തപ്പോ, അദ്ദേഹത്തിന്റെ മനസ്സിലും ജീവിതത്തിലും സ്ഥാനമില്ലാത്തപ്പോ, ഇനി ആർക്ക് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കണം? എന്തിനു വേണ്ടി ഞാൻ ജീവിക്കണം? എന്റെ ദേവേട്ടന്റെ മനസ്സിൽ എനിക്കല്ലാതെ മറ്റാർക്കും സ്ഥാനം ഉണ്ടാവില്ലെന്ന കരുതി എന്റെ രൂപവുമായി ബന്ധപ്പെട്ടല്ലാണ്ട് എന്റെ മനസ്സറിഞ്ഞ് എന്റെ ഹൃദയത്തിന്റെ മിടിപ്പ് കേട്ട് എത്ര പേർക്ക് നടുവിലാണെങ്കിലും കണ്ണടച്ചുകൊണ്ട് എന്നെ തിരിച്ചറിഞ്ഞിരുന്ന എന്റെ ദേവേട്ടൻ ഇന്ന് ഇപ്പൊ കൺമുന്നിൽ തന്നെ ഉണ്ടായിരുന്നിട്ടും
ഞാനാണ് ദേവേട്ട വൈദേഹി എന്ന്, ദേവേട്ടന്റെ ജീവനെന്ന് ജീവൻ പോകുന്ന പോലെ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട് പോലും എന്റെ ദേവേട്ടൻ എന്നെ തിരിച്ചറിയുന്നില്ല. ഇങ്ങനൊരു ജീവിതം ജീവിക്കുന്നതിനേക്കാളും മരിക്കുന്നതാ നല്ലത്. ഇപ്പത് എന്റെ സ്ഥാനത്തേക്ക് മറ്റൊരാൾ വരാൻ പോവാ. അപ്പൊ പിന്നെ എനിക്കിവിടെ എന്ത് കാര്യം? ഇപ്പൊ ഞാൻ എന്തു പറഞ്ഞാലും നിന്റെ മനസ്സിനെ അത് സമാധാനിപ്പിക്കും. ദേവന് നിന്നെ തിരിച്ചറിയാൻ പറ്റാത്തതും അവന്റെ ജീവിതത്തിൽ മറ്റൊരു സ്ത്രീ കടന്നു കയറിയതും സാഹചര്യങ്ങൾ പ്രതികൂലമായതുകൊണ്ടല്ലേ. ഇതൊന്നും നടക്കുന്നത് ദേവന്റെ ഇഷ്ടത്തോടെ അല്ലല്ലോ. എന്റെ അഭിപ്രായത്തിൽ ദേവന് നിന്നെ തിരിച്ചറിയാൻ കഴിയാത്തതിന് കാരണം എന്താണെന്നറിയാവോ? നിന്റെ ഇതേ രൂപത്തിലുള്ള വൈശാലി അവനെ കൺമുമ്പിൽ വെച്ച് മരിച്ചതാ. ആ സംഭവം നടന്നതിന് ശേഷം തന്റെ മനസ്സും ചിന്തകളും എല്ലാം അതിനെ ചുറ്റിപ്പറ്റിയ. പിന്നീട് ഇങ്ങോട്ട് നീ അവന്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് പോലും അവന്റെ കണ്ണിനുള്ളിലുള്ളത് ആ മരണം മാത്രമാണ്. അതവന്റെ തെറ്റല്ല. ഇതിന്റെ കൂടെ നിന്റെ കഷ്ടകാലവും ഉണ്ട്. രണ്ടും കൂടി ചേർന്നപ്പോ നീയാണ് വൈദേഹി എന്ന് തെളിയിക്കാൻ ഓരോ തവണ ശ്രമിക്കുമ്പോഴും ദേവനത് വിശ്വസിക്കാനാവുന്നില്ല. എന്നാലും ഒരു കാര്യം നീ ഒരിക്കലും മറക്കരുത്. ദേവന്റെ ശരീരത്തിൽ ജീവൻ ഉള്ളിടത്തോളം കാലം അവൻ സ്നേഹിക്കുന്നത് നിന്നെ മാത്രം. അതിലൊരു മാറ്റവുമില്ല. അത് ശരിയാ. എന്നെ സ്നേഹിച്ചുകൊണ്ട് തന്നെ ഇത് ഞാനല്ലെന്ന് വിശ്വസിക്കുമ്പോ, ആ സ്നേഹം അനുഭവിക്കാൻ യോഗമില്ലെന്നാവുമ്പോ അത് എത്ര വലിയ നരകവേദനയാണെന്നറിയോ? ദേവേട്ടന് സ്നേഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പതേ എന്റെ സ്ഥാനം മറ്റൊരാളെ കൈയടക്കാൻ പോവാ. അതെങ്ങാനും നടന്ന പിന്നെ ഒന്നും പ്രതീക്ഷിച്ചിട്ട് പോലും കാര്യമില്ല. നഷ്ടപ്പെട്ടു പോയ ബന്ധത്തിന്റെ ഓർമ്മകളും അയവിറക്കി എന്നേക്കുമായി എനിക്ക് അകന്നു പോകേണ്ടി വരും. അങ്ങനെയൊന്നും അല്ല വൈദേഹി. നീയൊന്ന് ശ്രമിച്ച ഈ നിമിഷം നിനക്ക് വീട്ടിൽ കയറി ചെല്ലാൻ പറ്റും. അതെങ്ങനെയാ മഹേന്ദ്ര? ആ വീടിന്റെ പരിസരത്തെങ്ങാനും ചെന്ന തല്ലി ഓടിക്കാൻ തയ്യാറായി നിക്ക. പിന്നെ എങ്ങനെ ഞാൻ ആ വീട്ടിൽ കയറി ചെല്ലും? അങ്ങനെ ഒരു വഴിയുണ്ടോ ഇനി? ഉണ്ട്. നിന്റെ കഴുത്തിൽ കിടപ്പുണ്ട്. മോളെ ഊർമിളെ, ആരാധ്യേ, റെഡിയായോ? ആ റെഡിയാ റെഡിയാ. മോനെ ദേവാ. ആ ഞാൻ റെഡിയായി. ഇന്ന് ഇന്ദുവിന്റെ പിറന്നാളല്ലേ. എന്നിങ്ങനെ കണ്ട എന്റെ ഇന്ദുവിന്റെ ഉള്ള സന്തോഷം കൂടി പോകും. അതുകൊണ്ട് ഈ ഉള്ളിലുള്ള വിഷമങ്ങളൊന്നും പുറത്ത് കാണിക്കാൻ പാടില്ല. എന്താണ് കിളവി? ആദ്യത്തെ വിഷ സ്വന്തം ഭർത്താവിനെ കൊണ്ട് പറയിപ്പിക്കുകയാണോ? നിനക്ക് നിന്റെ അച്ഛച്ചന്റെ കാര്യം അറിയാഞ്ഞിട്ടാടാ. പിറന്നാളിന്റെ അന്നേ അങ്ങേരെ ചുറ്റിപ്പറ്റി ഞാൻ പുറകെ നടക്കുമായിരുന്നു. പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ നടക്കുന്നത് തന്നെ മിച്ചം. എന്നാ പിന്നെ അച്ചാച്ചന്റെ ആത്മാവ് ഒന്ന് അസൂയപ്പെടട്ടെ. അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും. നല്ല കുട്ടിയായിട്ട്. ഹാപ്പി ബർത്ത്ഡേ ഇന്ദുക്കുട്ടി. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു.